ഗൗതം, നാളെ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാൻ പറ്റുമോ? എടാ, നിനക്ക് ഇതുവരെ കിട്ടിയതൊന്നും മതിയായില്ലേ? ഇനിയും അവളുടെ പുറകെ ഇപ്പൊ അടുത്തത് വാങ്ങാനുള്ള പരിപാടിയാണ്. എടാ, അല്ലെങ്കിലേ ഞാനൊന്നും പറയണില്ല. നീ എന്റെ ഇഷ്ടം പോലെ എന്താ ചെയ്യും. കെട്ടാന്ന് പറഞ്ഞാലേ കെട്ടണം, അല്ലാതെ പറ്റിക്കാൻ നിൽക്കരുത്. അല്ലേലും നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആമ്പിള്ളേര് മൊത്തം ഇങ്ങനെയാ. അപ്പൊ നിങ്ങൾ പെമ്പിള്ളാരോ? നീ എന്തും പറഞ്ഞാടിയാ ഗൗതമിനെ ഒഴിവാക്കി. അതുകൊണ്ട് നീ ഓവർ ഡയലോഗൊന്നും അടിക്കാൻ നിൽക്കണ്ട. പിന്നെ നീ പറഞ്ഞല്ലോ ഞങ്ങൾ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. ഞാൻ ഇങ്ങനെയാ, ചിലപ്പോ ചതിച്ചെന്നിരിക്കും. ഇതേ മൈൻഡ് സെറ്റ് ഉള്ള പെമ്പിള്ളാര് നിന്റെ കൂട്ടത്തിലുമില്ലേ? അതുകൊണ്ട് കൂട്ടിക്കൊഴിച്ച് നോക്കിയാ ഏറ്റക്കുറച്ചിലൊന്നുമില്ല, ടാലിയാകത്തേ ഉള്ളൂ. ഇവിടെ ആണും ചതിക്കും പെണ്ണും ചതിക്കും. എനിക്ക് ശരിയെന്ന കാര്യം ഞാൻ ചെയ്തു. അത് തെറ്റായി പോയി. സോറി. എടാ, നിനക്ക് ഇതുവരെ കിട്ടിയതൊന്നും മതിയായില്ലേ? ഇനിയും അവളുടെ പുറകെ ഇപ്പൊ അടുത്തത് വാങ്ങാനുള്ള പരിപാടിയാണ്. സംസാരിക്കാൻ കഴിയാത്ത ഒരാളുടെ കൂടെ എനിക്ക് താല്പര്യമില്ല. നിനക്കിപ്പോഴും നിന്നെ പോലുള്ളവരുടെ കുഴപ്പം എന്താ അറിയോ? കുറവുള്ളവരെ നമ്മളിൽ ഒരാളായിട്ട് കാണാൻ പറ്റാത്തത്. എടി, നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റും. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് എനിക്കിപ്പോൾ ഉണ്ടായ തിരിച്ചറിവ്. ഇത്രയും കാലമായിട്ട് നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഈ തിരിച്ചറിവ്. നീ അവനെ കെട്ടണമെന്നൊന്നും ഞാൻ പറയില്ല. അറ്റ്ലീസ്റ്റ് വേദനിപ്പിക്കാണ്ടിരിക്കുക, കുറവുകൾ പറഞ്ഞു. അപേക്ഷയാണ്.